നമസ്കാരം എല്ലാവർക്കും ടെക്ടോറൻ മലയാളത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ റെഡ്മി നോട്ട് 6 പ്രോ ഇന്ത്യയിൽ ലോഞ്ച് ആയിരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് നിരാശയാണ് നൽകുന്നത്. ഏതായാലും ഇതിൻ്റെ ഫുൾ ഫീച്ചേഴ്സും എന്തൊക്കെയാണ് ഇതിൻ്റെ സവിശേഷതകളെന്ന് നമുക്ക് നോക്കാം. റെഡ്മിയുടെ നോട്ട് 5 പ്രോ ഇന്ത്യയിൽ ഒരു വൻ വിജയമായിരുന്നു. ഇതിന് പുറമെ റെഡ്മി ഇറക്കിയ എല്ലാ നോട്ട് സീരീസും ഇന്ത്യയിൽ വൻ വിജയമായി തീർന്നിരുന്നു. നോട്ട് പ്രൈം, നോട്ട് 3, നോട്ട് 4, നോട്ട് 5 അങ്ങനെ വന്നിരുന്ന എല്ലാ നോട്ട് സീരീസിലുള്ള ഫോണുകളും ഇന്ത്യയിൽ ഹിറ്റായിരുന്നു. കൂടാതെ അതെല്ലാം തന്നെ എനിക്കും വളരെ ഇഷ്ടമായിരുന്നു. ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത് റെഡ്മി നോട്ട് 3 തന്നെയാണ്. 2 കൊല്ലമായിട്ടും ഇതുവരെ ഒരു വിഷയം വന്നിട്ടില്ല. റെഡ്മി നോട്ട് 4 വന്നപ്പോഴും റെഡ്മി നോട്ട് 5 പ്രോ വന്നപ്പോഴും ഉണ്ടായിരുന്ന എക്സൈറ്റ്മെൻറ്റ് റെഡ്മി നോട്ട് 6 പ്രോ വരുമ്പോൾ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. ഈ അടുത്ത കാലത്ത് ഫ്ലിപ്കാർട്ടിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ടത് റെഡ്മി നോട്ട് 5 പ്രോ ആയിരുന്നു. അത്രമാത്രം ഹിറ്റായിരുന്നു റെഡ്മി നോട്ട് 5 പ്രോ. എൻ്റെ വീഡിയോസിൻ്റെ വ്യൂസ് എടുത്താൽ തന്നെ അറിയാം എത്രമാത്രം ആൾക്കാർ അത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്. ഇഷ്ടം പോലെ ആൾക്കാർ കേരളത്തിൽ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഈ റെഡ്മി നോട്ട് 5 പ്രോ ആണെന്ന് തോന്നുന്നു. എന്നാൽ നമ്മൾ റെഡ്മി നോട്ട് 6 പ്രോയിലേക്ക് വരുമ്പോൾ അവർ പഴയ ആ സ്നാപ്ഡ്രാഗൺ 636 പ്രോസസ്സർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ 4000 mAh ആ പഴയ ബാറ്ററി തന്നെയാണ് വീണ്ടും ഇതിലും വന്നിരിക്കുന്നത്. ബാറ്ററിയിലോ പ്രോസസ്സറിലോ യാതൊരു മാറ്റവും കൂടാതെയാണ് റെഡ്മി നോട്ട് 6 പ്രോ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. റെഡ്മി നോട്ട് 6 പ്രോയിൽ ആകെ പറയാവുന്ന ഒരു വലിയ മാറ്റം ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഒരു ഡുവൽ ക്യാമാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഫ്രണ്ട് ഫ്ലാഷിന് പകരം ഒരു 2 MB സെക്കൻഡറി ഫ്രണ്ട് ക്യാമറയാണ് വെച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഇന്നത്തെ ലോഞ്ച് ഇവൻറ്റിൽ ഇവരെ ഏറ്റവും പ്രധാനമായിട്ട് പൊക്കി പിടിച്ചുകൊണ്ട് നടന്നത് റെഡ്മി നോട്ട് 6 പ്രോൻ്റെ ക്യാമറ തന്നെയാണ്. കാരണം വേറൊന്നും പ്രത്യേകിച്ച് പൊക്കി പിടിക്കാനില്ല. ആകെ വന്നിരിക്കുന്നത് ഈ ക്യാമറയും പിന്നെ ഒരു നോച്ചും എക്സ്ട്രാ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് മാത്രമാണ് സവിശേഷതകളെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ക്യാമറ കുറച്ചൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് തന്നെയാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ അത് എത്രത്തോളം സത്യമാണെന്ന് നമുക്കറിയില്ല. എല്ലാ സ്മാർട്ട് ഫോൺ കമ്പനിക്കാരും നോച്ചിൻ്റെ അളവ് കുറയ്ക്കാൻ നോക്കുമ്പോൾ ഇപ്പോൾ 2018 ഒരു നോച്ചുമായിട്ട് ഇത്തരത്തിലൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ ഷവോമി എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അതോ ഇനി നോട്ട് 6 സീരീസിൽ പുതിയ ഏതെങ്കിലും സ്മാർട്ട് ഫോൺ പിന്നാലെ വരുമോ എന്നും അറിയില്ല. ഏതായാലും എനിക്ക് നോച്ച് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നോട്ട് 6 പ്രോയുടെ ഈ നോച്ച് ഒരാവശ്യമില്ലാത്ത കാര്യമായിരുന്നു എന്ന് തന്നെ പറയാം. നോട്ട് 6 പ്രോയിൽ ഈ നോച്ച് വന്നിരിക്കുന്നതുകൊണ്ട് സ്ക്രീൻ സൈസിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റേഷ്യോയും കുറച്ച് മാറിയിട്ടുണ്ട്. അത് താല്പര്യമുള്ളവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. എങ്കിൽ കൂടിയും എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമല്ല. ഇനി ഇതിൻ്റെ വില പരിശോധിക്കുകയാണെങ്കിൽ 4GB 64GB ഇൻറ്റേർണൽ വരുന്ന റെഡ്മി നോട്ട് 6 പ്രോയ്ക്ക് 14,000 രൂപയും 6GB 64GB ഇൻറ്റേർണൽ വരുന്ന റെഡ്മി നോട്ട് 6 പ്രോയ്ക്ക് 16,000 രൂപയുമാണ് വരുന്നത്. പണ്ട് നോട്ട് 5 പ്രോയ്ക്ക് 6GB വേർഷന് 17,000 ആയിരുന്നു വരുന്നത്. ഇപ്പോൾ അത് 1000 കുറച്ചാണ് നോട്ട് 6 പ്രോയിൽ ഇറക്കിയിരിക്കുന്നത്. എന്നിരുന്നാലും കഴിഞ്ഞ ആഴ്ച റെഡ്മി നോട്ട് 5 പ്രോയിൽ പ്രഖ്യാപിച്ച 1000 രൂപയുടെ ഡിസ്കൗണ്ട് കൂടി പരിശോധിക്കുമ്പോൾ ഇപ്പോൾ നിലവിൽ റെഡ്മി നോട്ട് 6 പ്രോയ്ക്കും നോട്ട് 5 പ്രോയ്ക്കും സെയിം വിലയാണ് വരുന്നത്. അതുകൊണ്ട് നോട്ട് 5 പ്രോ ഉപയോഗിക്കുന്ന ആരും തന്നെ നോട്ട് 6 പ്രോയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിനെപ്പറ്റി ചിന്തിക്കുക പോലും ആവശ്യമില്ല. കാരണം ആകെ വരുന്നത് ആ ഡുവൽ ഫ്രണ്ട് ക്യാമും നോച്ചും മാത്രമാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യം പോലുമില്ല. എന്തൊക്കെയായാലും ഈ നോട്ട് 6 പ്രോ എന്നെ സംബന്ധിച്ച് തീർത്തും നിരാശ മാത്രമാണ് നൽകുന്നത്. കാരണം ഞാൻ ഇത്രയും നാൾ ഉപയോഗിച്ചിരുന്ന റെഡ്മി നോട്ട് 3 വന്നപ്പോഴും നോട്ട് 4 വന്നപ്പോഴും നോട്ട് 5 പ്രോ വന്നപ്പോഴും എല്ലാം എന്തെങ്കിലും ഒരു കിടിലൻ അപ്ഗ്രേഡ് ഷവോമി കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഇത് വന്നപ്പോൾ തീർത്തും നിരാശ മാത്രമാണ് വരുന്നത്. അതും എനിക്കിഷ്ടമില്ലാത്ത ഒരു നോച്ച് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും എങ്ങനെയായിരിക്കും ഇതിൻ്റെ വിപണി സാധ്യതകൾ എന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. ഏകദേശം 23-ാം തീയതി 12 മണിക്കാണ് ഇതിൻ്റെ ആദ്യത്തെ സെയിൽ നടക്കുന്നത്. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഏതായാലും ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെഡ്മി നോട്ട് 6 പ്രോ എൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ എന്തായാലും ഒരു ഫുൾ റിവ്യൂ ഇടുന്നതാണ്. കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ടും പുതിയ ടെക് അപ്ഡേറ്റ്സിനായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി അമർത്തൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സ്റ്റേ ട്യൂൺഡ്.